അസ്സലാമലൈക്കും. ഞാനിതാ ഒരു വാളാപ്പാരയുടെ തലയും മുള്ളും കൂടി വെച്ചിട്ട് ഒരു തിരുവനന്തപുരം സ്റ്റൈലിലൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി, ഇത് ഒരു സ്പൂണ് പിരിയൻ മുളക്, ഒരു 3/4 സ്പൂണ് നല്ല എരിവുള്ള മുളക്, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 5 കഷ്ണം കൊച്ചുള്ളി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് അരഞ്ഞ് വരണ്ട, ഒരു 3/4 പരുവം രീതിയിൽ അരച്ചെടുക്കണം. നിർത്തി വേണം അടിച്ചെടുക്കാൻ. ഇത് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇത് ഇട്ട് കൊടുത്ത് ഒരല്പം ചതച്ചിനി എടുക്കാം. ഉലുവയും പച്ചമുളകും കറിവേപ്പില ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് ഈ അരപ്പിൽ ഇങ്ങനെ ചതച്ച് കിട്ടുന്നത്. എന്നിട്ട് വേണ്ട, ഇതാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളമേ പാടുള്ളൂ. നമുക്കിത് വറ്റി നല്ല അവിയൽ രൂപത്തിൽ വരണം. കാരണം തലയും മുള്ളുമല്ലും നമ്മൾ വയ്ക്കുന്നത്, ഇതിൽ കഷ്ണമില്ലല്ലോ. ഉപ്പ് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് ഒന്ന് അടുപ്പിലോട്ട് വയ്ക്കാം. തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കാം. അതിലേക്ക് മുരിങ്ങയ്ക്ക, തക്കാളി, കറിവേപ്പില ഇതും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ, അപ്പോഴും മീനിട്ട് കൊടുക്കും. നമ്മളിതാ അടുപ്പ് തുറന്നപ്പം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തല വേളാപ്പാരയുടെയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് കഷ്ണ മീനും വയ്ക്കാം. വേളാപ്പാരയുടെ തലയും മുള്ളും. ഇത് വേളാപ്പാരയുടെ തലയും മുള്ളുമാണ്. ഈ കഷ്ണവും ഇങ്ങനെ വയ്ക്കാം. നിങ്ങളെ നാട്ടിലിത് ഇതിനെന്താണ് പേര് പറയണമെന്ന് അറിയില്ല. ഇത് നമ്മളെ തിരുവനന്തപുരത്ത് വേളാപ്പാര എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊന്ന് വെന്ത് നമുക്ക് വറ്റിച്ചതിന് ശേഷം എടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഇത് തവിയിടല്ലേ, തവിയിട്ടാൽ ചിലപ്പം പൊടിഞ്ഞു പോകും. ചുറ്റി ഏകദേശം ഇനി ഒരു 5 മിനിറ്റും കൂടി മതി. അപ്പോഴിത് നന്നായിട്ട് വെന്ത് വറ്റും. ഇതിൽ വെളിച്ചെണ്ണയൊന്നും ഇനി നമ്മൾ കടുവൊന്നും വറുത്ത് ഇടേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചട്ടിയിലിരുന്ന് അങ്ങ് വറ്റും. നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പാര തലയ്ക്കും മുള്ളിനുള്ളത് നല്ല മരിച്ചിനി, നല്ല മരിച്ചീനി നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ഇതിങ്ങനെ വറ്റിച്ചെടുത്താലേ കൊള്ളാവും. നല്ല മുള്ള്, ഒരു മുരിങ്ങക്ക, തല, തക്കാളിയൊക്കെ ചേർന്ന അരപ്പ് ഭയങ്കര ടേസ്റ്റാണ്. ഇങ്ങനെ ഇതുണ്ടാക്കി നോക്കൂ. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഏത് മീനായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം.